എല്ലാവർക്കും സിദ്ധൂട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം കണ്ടത് ഞാൻ പ്ലാപ്പറ്റ പൂരത്തിന് രാത്രി 12 മണിക്ക് കാളവേലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഞാൻ രാത്രി 11 മണിക്കാണ് പാലക്കാട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ശിവരാത്രിക്ക് ഈ അമ്പലത്തിൽ വരണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ എല്ലാ ശിവരാത്രി 7 ദിവസത്തെ പരിപാടികളുണ്ടാവും. കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് പറഞ്ഞിട്ട് നല്ല രസമായിരിക്കും ആ കാലം. അപ്പോൾ ഈ അമ്പലം കാണണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിച്ചിരുന്നു. ശിവരാത്രിക്ക് വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. ഇതാണ് തൃപ്പലമുണ്ട ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ 3 സൈഡും കുളമുണ്ട് കേട്ടോ. അത് തന്നെ ഇവിടുത്തെ ഭംഗി. പിന്നെ ചുറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല ശാന്തമായിട്ടുണ്ടാവും കേട്ടോ. ഇത് അമ്പലക്കുളം. ഒരു സൈഡും അമ്പലക്കുളമുണ്ട്. നേരത്തെ കാണിച്ചത് വേറൊരു സൈഡ്, കിഴക്ക് വശത്തുള്ള അമ്പലക്കുളം. ഇത് വടക്ക് വശത്തുള്ളതാണ്. പിന്നെ തെക്ക് വശത്തും ഒരു കുളം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലും ചെറിയതായിട്ടൊരു കുളം പോലെ കിണറും, അങ്ങനെ ഒരു ചെറിയൊരു മണിക്കിണർ എന്നൊക്കെ പറയും. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് കേട്ടോ. ഇത് ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ ശിവരാത്രിയാണ് ഇവിടുത്തെ ആഘോഷം, ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. അന്ന് ഇവിടെ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഓട്ടംതുള്ളലുണ്ടാവും, പിന്നെ ചാക്യാർകൂത്തുണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറുപ്പകാലത്ത് ഓരോ കലാരൂപങ്ങൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൂജയ്ക്കുള്ള ഷീട്ടാക്കിയിട്ട് വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ അത്യാവശ്യം 2-3 അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഉത്സവ ദിവസമൊക്കെയാണ് നല്ല പ്രധാനം ഇവിടെ. അങ്ങനെ ചുറ്റുമുള്ള ഇവിടെയൊക്കെ ഒന്ന് പോയി തൊഴുകണം കേട്ടോ. ഇത് നാഗങ്ങളുടെ അവിടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെയും ഒന്ന് തൊഴുതു. അതിന് ശേഷം ഇത് അമ്പലത്തിൻ്റെ ഈ കിഴക്ക് ഭാഗത്തും നല്ലൊരു കുന്ന് പോലെയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. ഇതാണ് തെക്ക് വശത്തെ കുളം. അതിൻ്റെ നടുവിലായിട്ട് ഒരു കിണറും ഉണ്ട്. ഇവിടെയൊന്നും വെള്ളം എത്ര വേനൽക്കാലമായാലും വറ്റാറേ ഇല്ല. ഈ ജലസ്രോതസ്സുകളൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തൊരു വൃത്തിയാണ്. അമ്പലവും ചുറ്റും ഒക്കെ നല്ല ഭംഗിയായി അവർ സംരക്ഷിച്ച് പോരുന്നുണ്ട്. എത്രയോ വർഷം, 3000 വർഷം പഴക്കമുണ്ട് എന്നൊക്കെ, അതിനും മീതെ പഴക്കമുണ്ട് എന്നാണ് പറയണത് കേട്ടോ. ഇതാണ് ഞാൻ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് നേരെ ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം പള്ളിവേട്ട പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് ഇവിടെ. ആ ആല് ഏറ്റവും മേലെ ഒരാലുണ്ട്. ആ ആൽത്തറയിൽ വെച്ചിട്ടാണ് അത് നടക്കുക. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, മുൻവശം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് നേരെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ഇന്ന് അവിടെ പ്ലാപ്പറ്റ ചെറുനാലിശ്ശേരി ഭഗവതി ടെമ്പിളിലെ അവിടുത്തെയാണ് പൂരം. അതാണ് ഞങ്ങളുടെ പൂരം, ഞങ്ങളുടെ ദേശത്തിൻ്റെ പൂരം അതാണ്. അപ്പോൾ ഈ അമ്പലം അത്ര അങ്ങനെ നല്ല തിരക്കൊന്നും ഉണ്ടാവില്ല എപ്പോഴും. അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. നല്ലൊരു സമാധാനം ഉണ്ടാവും അവിടെ പോയി വന്നു കഴിഞ്ഞാൽ. ഇതാണ് ആ അമ്പലപ്പറമ്പ് കേട്ടോ. ഇവിടെയാണ് രാത്രി കഥകളി നടക്കാറ്. പണ്ട് ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇത്രയും സൗകര്യം, ഇത്ര അമ്പലപ്പറമ്പ് എന്ന് പറയും. ഇതാണ് അമ്പലപ്പറമ്പ്. സ്റ്റേജും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞാനും സിദ്ധും എൻ്റെ ചേച്ചിയുടെ മോളുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടിയും നേരെ പൂരം നടക്കുന്ന ചെറുനാലിശ്ശേരി ഭഗവതി ടെമ്പിളിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് പൂരം ദിവസം രാവിലെ കുട്ടികളൊക്കെ കരിവേഷം കെട്ടിയിട്ട് നായാടികൾ എന്ന് പറയില്ലേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് കരിവേഷം. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നിറയെ കരിവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ കയറിയിട്ട്, അപ്പോൾ വീടുകളിൽ നിന്ന് കാണിക്കായിട്ട് ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നല്ല ക്യൂ ഉണ്ടായിരുന്നു തൊഴുകാൻ വേണ്ടിയിട്ട്. അമ്മ നാരായണ, ദേവി നാരായണ.
അടുത്ത് കണ്ടത് പൂതനും തറയൊക്കെ ഉണ്ടോ. അപ്പോൾ കുറേ ഓരോ ദേശത്തിനും ഓരോരോ പൂതനും തറകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവരൊക്കെ രാവിലെ തന്നെ വേഷം കിട്ടിയിട്ട് ആദ്യം അമ്മയോട് വന്നിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഓരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് ശേഷം അത് കുറച്ച് നേരം കണ്ടു, അമ്പലത്തിലൊക്കെ തൊഴുതു. ഇപ്പോൾ ഞാൻ അടുത്തത് അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മനേരിയിൽ ടിപ്പു സുൽത്താൻ റോഡാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ നിറയെ റീൽസിലും ഇതിലൊക്കെ ഇത് കാണാൻ പറ്റും. നിറയെ വവ്വാലുകളൊക്കെ തപസ് ചെയ്യണ ഒരമ്പലം അങ്ങനെയാണെന്ന് പറയാം. ആ ചുറ്റും നിറയെ വൃക്ഷങ്ങളുണ്ട് കേട്ടോ. അതിൽ നിറയെ വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുത്തില്ല, അതൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. അവിടെ തന്നെ വൃക്ഷമില്ലേ, ഓരോ ജന്മനക്ഷത്രത്തിനും ഓരോ വൃക്ഷമുണ്ട്. അപ്പോൾ അവരവരുടെ വൃക്ഷത്തിൻ്റെ ചുറ്റും 3 പ്രാവശ്യം വലം വെച്ചിട്ട് തൊഴുതു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സിദ്ധും അതുപോലെ ചെയ്തു കേട്ടോ. ഇത് വൈകുന്നേരം ഞങ്ങളൊരു 5 മണി കഴിഞ്ഞിട്ടാണ്, വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൂരത്തിന് പോയത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും കാളകളിലൊക്കെ നിറയെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ദേശങ്ങളിലെ ആനകൾ വന്നിട്ട് അണിനിരന്നിട്ട് അവിടെ പഞ്ചവാദ്യവും എല്ലാം പൂരം അങ്ങനെയാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും തൊഴുതിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടോ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ പ്ലാപ്പറ്റ പൂരവും അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ കാളാട് അവിടെയൊക്കെ നിന്നിട്ട് രാവിലെ വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതാണിത്. ഓരോ പ്ലാപ്പറ്റ പൂരം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.